ഇടുക്കി, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ ഗ്രാമങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ വണ്ടിപ്പെരിയാർ. അപ്പോൾ വണ്ടിപ്പെരിയാർ പോകുന്ന വഴിയും കുട്ടിക്കാനത്തിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ സത്രം വ്യൂ പോയിൻ്റ് കാഴ്ച എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു ഗ്രാമത്തിലൂടെ മഞ്ഞിലും മഴയത്തും ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു കാഴ്ച എത്ര മനോഹരമാണല്ലേ. ഈ ഗ്രാമങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പെരുവന്താനത്താട്ടോ. പെരുവന്താനത്ത് നമ്മളിന്ന് വണ്ടിപ്പെരിയാറിനാണ് പോകുന്നത്. അപ്പോൾ വണ്ടിപ്പെരിയാറിന് അടുത്തുള്ള കുറച്ച് നല്ല ഗ്രാമങ്ങളുടെ കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ വണ്ടിപ്പെരിയാർ പേര് വന്നതിൻ്റെ പുറകിലൊക്കെ ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ പെരുവന്താനം തൊട്ട് വണ്ടിപ്പെരിയാർ വരെയുള്ള ഭാഗങ്ങളും പിന്നെ വണ്ടിപ്പെരിയാറിൽ കുറച്ച് നല്ല കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീരുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. നമ്മുടെ യാത്ര കോട്ടയം കുമളി റൂട്ടിലാട്ടോ. പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പെരുവന്താനം ആ ഒരു വലിയ ഹെയർപിൻ വളവൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ളൊരു കോളേജാണ്. സെൻറ്റ് ആൻ്റണീസ് എന്നാണ് ആ കോളേജിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല കാഴ്ചയാണ്, നല്ല രസമാണ് ഈ വഴി പോകാൻ വേണ്ടി. ഇവിടുന്ന് കുറച്ചുകൂടെ പോയാലാണതേ നമ്മുടെ മുന്നിൽ കാണുന്ന വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഉള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കാറുള്ളൊരു വെള്ളച്ചാട്ടം. മഴക്കാലത്തൊക്കെ വന്ന് നല്ല ഭംഗിയാണ്, ഒരുപാട് വെള്ളമുണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ചെറിയ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ റോഡ് യാത്ര ചെയ്യണതേ ഇതുപോലെയാണ്. എന്തൊരു രസമാണെന്നറിയോ, നല്ല മഞ്ഞിൽ കുളിർന്ന റോഡ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മഴക്കാലത്തുള്ള ഈ വഴിയുള്ള യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവം കേട്ടോ. അപ്പോൾ നമ്മളിതേ കുട്ടിക്കാനത്തെത്തി. അപ്പോൾ കുട്ടിക്കാനത്തെയും ഞാൻ മഞ്ഞുള്ള സമയത്ത് യാത്ര ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാം. ഇതാണ് കുട്ടിക്കാനത്തെ എപ്പോൾ വന്നാലും കാഴ്ച. ഒരു 11:30-12 മണി ആയാലോ കേട്ടോ. ആ സമയത്ത് ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ടോ. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മഞ്ഞ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു സമയത്തും അതിരാവിലെ വന്നാൽ മഞ്ഞുള്ളൊരു സ്ഥലമാണ് ഈ കുട്ടിക്കാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഈ മഞ്ഞുള്ള സമയത്തും മഞ്ഞില്ലാത്ത സമയത്തുള്ള വിഷ്വൽസ് കണ്ടല്ലോ അല്ലേ. കുട്ടിക്കാനത്ത് എപ്പോൾ വന്നാലും ഇങ്ങനെ മഞ്ഞ് നമ്മൾ മൂടിക്കളയും കേട്ടോ. അതുപോലുള്ളൊരു ക്ലൈമറ്റാണ്. നമ്മളിനി ഇവിടുന്ന് നേരെ വണ്ടിപ്പെരിയാർ റൂട്ട് പോകുമ്പോൾ പട്ടുമല എന്ന് പറഞ്ഞൊരു ദേവാലയമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു റൂട്ടിൽ 2 കാലാവസ്ഥകളിലും പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പട്ടുമല ദേവാലയത്തിൻ്റെ കാഴ്ച, അതായത് പട്ടുമല ടീ എസ്റ്റേറ്റിന് നടുവിലായിട്ടാണ് ആ ഒരു ദേവാലയം ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാഴ്ചയൊന്ന് കാണാം. തേയിലത്തോട്ടങ്ങളാണ്, തേയിലത്തോട്ടങ്ങൾക്ക് നല്ല, അതും ഇങ്ങനെ ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ. കാരണം പട്ടുമല ടീ എസ്റ്റേറ്റ് എന്ന് പറയുമ്പം എനിക്ക് എത്ര ഏക്കറാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്രയും വിശാലമായിട്ട് കിടക്കുന്ന ടീ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് പള്ളി. അപ്പോൾ പള്ളി ഇരിക്കുന്ന ഈ തേയിലത്തോട്ടമൊക്കെ പള്ളിയൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ എസ്റ്റേറ്റൊക്കെ. വളരെ മനോഹരം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി വരുമ്പോൾ ഈ ഒരു ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം കേട്ടോ. പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന പ്രകൃതി ഭംഗി കൂടി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മലയുടെ ഭംഗി തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാരണം അത്രമാത്രം സുന്ദരമാണ് പട്ടുമല ടീ എസ്റ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ മുന്നിലും പിന്നിലും മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്നാൽ എത്രത്തോളം ഭംഗിയാണ് നമുക്ക് ഇവിടെ വന്ന് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു പട്ടുമല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടാണ് വാഗമൺ അല്ലെങ്കിൽ മൂന്നാറൊക്കെ. അപ്പോൾ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്കാനത്ത് നിന്ന് നമുക്ക് കുമളി റൂട്ടിൽ നിന്ന് യാത്ര ചെയ്യാം. നമ്മുടെ മുന്നിൽ കാണുന്ന 54 മൈലിലെ കരടിക്കുഴി എന്ന സ്ഥലത്താണ് ഈ ഒരു തേയിലത്തോട്ടത്തിന് നടക്കുള്ള ചെറിയൊരു പോണ്ട്. വളരെ ഭംഗിയായിട്ടോ. എനിക്ക് തോന്നുന്ന ഒരു കാലത്തിന് കുറേ നാളുകൾക്ക് മുൻപ് ഒരുപക്ഷെ അവിടെ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവാം. അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം ഈ പറഞ്ഞ അതൊന്നുമില്ല, മൊത്തം അവിടെ അടച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾ നോക്കി പോകണം. നല്ല നല്ല കാഴ്ചകൾ വഴിയരികിൽ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ടാവും. നമ്മൾ വണ്ടിപ്പെരിയാറിന് പോകുമ്പോൾ ഈ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ വാഗമണിലെ പാറകൾ കീറി മുറിച്ചുണ്ടാക്കിയ പോലെയുള്ള റോഡുകളാട്ടോ. നല്ല രസമുണ്ട് ഇതിലേക്കിടെ യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ വണ്ടിപ്പെരിയാർ എത്തി കേട്ടോ. അപ്പോൾ വണ്ടിപ്പെരിയാർ നമുക്കിവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സത്ര റൂട്ടുണ്ട്. സത്ര റൂട്ടിലോട്ട് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ചോദിച്ചപ്പോൾ. അപ്പോൾ ആ വഴി നമ്മുടെ വണ്ടി കൊണ്ട് പോകാവുന്ന സ്ഥലം നമുക്ക് പോകാം കേട്ടോ. പിന്നെ ഇവിടെ കാണാനുള്ള സ്ഥലം എന്ന് വെച്ചാൽ ആ വഴി പോയാൽ നമുക്ക് പറ്റുംപാറയ്ക്ക് വേണമെങ്കിൽ പോകാം. ഈ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്തിന് ആ പേര് വന്നതിൻ്റെ പിറകിൽ തമിഴിൽ ബണ്ടി എന്നാണ് പണ്ട് വണ്ടിപ്പെരിയാർ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ബണ്ടി എന്നാൽ വളവെന്നാണ് അർത്ഥം. ഈ വണ്ടിപ്പെരിയാർ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സി ടൈപ്പ് റാ പോലെ ഇങ്ങനെ വളയുള്ളൂ.
കാലക്രമേണ വണ്ടിപ്പെരിയാറായി മാറുകയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ സ്ഥലനാമങ്ങൾ ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. ഒരു ജനതയുടെ ജീവിതവും അവർ ജീവിച്ചു വരുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള ഗാഢബന്ധത്തിൽ നിന്നാണ് ഓരോ സ്ഥലനാമവും പിറവികൊള്ളുന്നത്. വണ്ടിപ്പെരിയാർ ടൗണിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു പള്ളിയുണ്ട്, കണ്ടോ? ഈ ഒരു പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പള്ളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിപ്പെരിയാറിനെ കുറിച്ച് കൂടുതൽ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഈ വണ്ടിപ്പെരിയാറിന് അടുത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നല്ല സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. നമുക്ക് നേരെ ആ ഒരു സ്ഥലത്തേക്കൊന്ന് പോകാം. പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ് ആ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വണ്ടിപ്പെരിയാറിന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് കയറിയിട്ടുള്ള ഇതുണ്ടോ, ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ട് കേട്ടോ. എൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പോകുമ്പോൾ ഇത് നമ്മുടെ പെരിയാറിൻ്റെ തൊട്ട് തീരത്ത് തന്നെയാണ്. പൂഞ്ഞാർ രാജകുടുംബമൊക്കെ ആയിട്ടുള്ള ഒരു അന്നത്തെ കാലത്ത് പണിതിട്ടുള്ള ക്ഷേത്രമൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായതാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ആണെങ്കിൽ പറയാം കേട്ടോ. ഇത് പൂഞ്ഞാർ രാജകുടുംബത്തിൻ്റെ ആ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് ഇത് ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂടുതൽ വിവരങ്ങളൊക്കെ വിക്കിപീഡിയയിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് ചോരക്കുളം എസ്റ്റേറ്റോ? ചുരക്കുളം. ചുരക്കുളം എസ്റ്റേറ്റ് അല്ലേ? ഓക്കെ. ഇനി അങ്ങോട്ട് പോയ ഏതൊക്കെ എസ്റ്റേറ്റുകളുണ്ട് ഇവിടെ? ഇവിടെ മിളാമലയുണ്ട്, പശുമല എസ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെയുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. ഈ ചുരക്കുളം എന്ന് പറഞ്ഞാൽ ടീ എസ്റ്റേറ്റ് ആണ് ഇത് ഫുള്ളായിട്ട്. അതിൻ്റെ മേളിൽ ചെറിയൊരു ചർച്ചൊക്കെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേലോട്ട് നമുക്ക് പോകട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ സ്കൈ കണ്ടോ, നല്ല നീലാകാശം എന്ന് വെച്ചാൽ ഇതാട്ടോ. നല്ല രസമുള്ളൊരു ഏരിയ. കൊള്ളാല്ലേ? അടിപൊളിയല്ലേ? നല്ല കാലാവസ്ഥ കേട്ടോ. അതുകൊണ്ട് തന്നെ സുഖമായില്ല ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ വേണ്ടി. ഇവിടുത്തെ വെയിലൊന്നും അധികം ചൂടൊന്നുമില്ല. ഇത് വണ്ടിപ്പെരിയാറിന് സത്രം പോകേണ്ട റൂട്ടാട്ടോ. ഇത് എസ്റ്റേറ്റുകളാണ്. ഓരോരോ എസ്റ്റേറ്റ് വഴിയാണ് ഈ സത്രത്തിന് പോകുന്നത്. നമ്മുടെ സത്രത്തിന് പോകുന്ന വഴിക്കാണ് നമ്മുടെ ശബരിമലയ്ക്ക് പോകാനുള്ള എളുപ്പമുള്ള വഴി കേട്ടോ. പുൽമേട്ടിനുള്ള വഴികളൊക്കെ അങ്ങോട്ടൊന്നും ഇപ്പോൾ ആൾക്കാരെ കയറ്റി വിടില്ല. മീൻസ് ശബരിമലയ്ക്ക് പോകണവർക്ക് പോകാമെന്ന് തോന്നുന്നു. എനിക്ക് പുൽമേട്ടുകടെ ഇപ്പോൾ കയറ്റി വിടുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം ഇന്നാളത്തെ അപകടം ഉണ്ടായതിനു ശേഷം അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയില്ല. എന്നാലും ഒരുപാട് ആൾക്കാർ ഈ ഒരു സത്രം വഴി ശബരിമലയ്ക്ക് അങ്ങോട്ട് പോകണ്ട കേട്ടോ. എന്തായാലും നമുക്ക് ഒരു 15 കിലോമീറ്റർ താഴെ ഉണ്ട് കേട്ടോ. 10-15 ഇടയ്ക്കാണ് ഇങ്ങോട്ടുള്ള സത്രത്തിന് പോകുന്ന കിലോമീറ്റർ. നമുക്ക് ഓരോരോ കാഴ്ചകളെ കണ്ട് വണ്ടിപ്പെരിയാർ നേരെ സത്രത്തിന് പോകാം. ഈ വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രത്തിലേക്ക് പോകുമ്പോൾ നല്ല രസം കേട്ടോ. 2 സൈഡിലും ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാട്ടോ. നമ്മുടെ താഴെ കാണുന്ന റോഡാണ് പരുന്തുംപാറയ്ക്ക് വേണം. വണ്ടിപ്പെരിയാറിൽ നിന്ന് പരുന്തുംപാറയ്ക്ക് വേണ്ട റോഡ് ഒരു സൈഡിലുണ്ട്. പക്ഷെ അതത്ര നല്ല റോഡല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞാൽ കിടക്കാൻ തോന്നുന്നു. എന്തായാലും സത്രം വരെ നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ ഒരു ഡ്രൈവ് പോകാൻ പറ്റിയ വഴി കേട്ടോ. ശരിക്കും നിങ്ങളിങ്ങനെ ഇപ്പം മുണ്ടക്കയത്തോട് വന്നിട്ട് മുണ്ടക്കയത്ത് നിന്ന് നേരെ നമ്മുടെ കുട്ടിക്കാനം വരിക, കുട്ടിക്കാനം നേരെ വണ്ടിപ്പെരിയാർ നേരെ നമുക്ക് സത്രം വഴി പരുന്തുംപാറ ഇറങ്ങി വീണ്ടും അടച്ചില്ല കേട്ടോ. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ വണ്ടിപ്പെരിയാർ നേരെ മ്ലാമല കൂടി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിലോട്ട് അങ്ങനെ പോകാം. അങ്ങനെ കുറേ നല്ല ഗ്രാമങ്ങളിലൂടെ ഇതുവഴി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് മ്ലാമല കാണാം, അല്ലെ ഉപ്പുതറയുടെ അടുത്തുള്ള ഗ്രാമങ്ങളിലെ വീഡിയോ കാണാം. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സീസണായിട്ട് ഒരുപാട് അയ്യപ്പന്മാർ ഈ വഴി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു AVT തന്നെ അർണക്കൽ ബംഗ്ലാവ് എന്നൊരു ബംഗ്ലാവൊക്കെ ഉണ്ടോ, കണ്ടോ? അർണക്കൽ ബംഗ്ലാവ് ഈ വഴി അങ്ങ് പോയാൽ മതി. എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷെ നല്ല രസമുള്ള സ്ഥലമാട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇങ്ങനെ മലകളാട്ടോ ഫുള്ള്. ഇവിടുത്തെ ആകാശത്തിൻ്റെ കളർ കണ്ടോ, നല്ല നീല ആകാശം കേട്ടോ. നല്ല ഭംഗിയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വണ്ടിപ്പെരിയാറിന്ന് ജസ്റ്റ് സത്രം വഴിയൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ടി എസ്റ്റേറ്റിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം ഇതുവഴിയൊന്നും അധികം വണ്ടികൾ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ ഉള്ള വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റും. വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം പോകുന്ന റൂട്ട് നല്ല ഭംഗിയുള്ള റൂട്ടാണ്. നമ്മൾ സത്രം ചെന്നാൽ അവിടെ ഒരു ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ ഫ്ലൈറ്റുകൾ ഇറങ്ങുന്ന ഒരു റൺവേ ഒക്കെ ഉണ്ട്, ചെറിയ വിമാനങ്ങൾ ഇറങ്ങുന്നത്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സത്രത്തിൽ വന്നാൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ള ഈ സത്രം വ്യൂ പോയിൻ്റ് കേട്ടോ. അത് നമുക്ക് ഇവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കി കാണാൻ ആ ഒരു മലയ്ക്ക് അപ്പുറത്തോട്ട് പോയാൽ മതി കേട്ടോ. അവിടെയാണ് നമ്മുടെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നല്ല രസമുള്ള ഒരു ഏരിയയാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഈ കുമളിയിൽ നിന്നൊക്കെ ജീപ്പ് സഫാരിക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ വ്യൂ പോയിൻറ്റിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണം ഒരു ദിവസം ഒരു
12,000 സഞ്ചാരികൾ കുറയാതെ വരുന്നൊരു ഏരിയയാണ് ഈ സത്രം വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അത് രാവിലെയൊക്കെ വന്നാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഭംഗിയാണ്. ഇവിടെ എന്നാലും മൊത്തം സീനറി കേട്ടോ. കിടില സീനറി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വരെ ഓടിപ്പോയിട്ട് വരാം. വാ, എന്തായാലും ഇവിടം വരെ വന്നപ്പോൾ കഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ഫ്രോങ്സ് ഇങ്ങനെ ഇവിടം വരെ എത്തിയട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ. നല്ല കാഴ്ചയാണ്. ഈ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പ്രത്യേക ഒരു വ്യൂ പോയിൻ്റ്, പ്രത്യേക ഒരു രസമാണ് ഇവിടുത്തെ സ്കൈ കാണാൻ വേണ്ടി. ഈ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ആണെങ്കിൽ വണ്ടിയും കൂടെ ഇറക്കൊണ്ട് വരാം കേട്ടോ. പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല, ഇടയ്ക്ക് വല്ല മഴ പെയ്താൽ പിന്നെ 4 വീലർ അല്ലെങ്കിൽ കയറി പോകില്ല കേട്ടോ. അപ്പോൾ ഈ ജീപ്പിലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിൽ വരെ കയറി വരാം കേട്ടോ. അടിപൊളി കിട്ടില്ലല്ലേ. ഈ ഒരു സത്രം വ്യൂ പോയിന്റിലേക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട്. കൂടുതലും നോർത്ത് ഇന്ത്യൻസൊക്കെയാണ് വരുന്നത്. ഈ തേക്കടിയിൽ നിന്ന് ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ തേക്കടി ഉള്ളത്. അപ്പോൾ തേക്കടി കുമിളിയിൽ നിന്നൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ തൊട്ട് താഴെ കാണുന്നതാണ് നമ്മുടെ റൺവേ. എന്തായാലും ഇത് ചെറു വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു റൺവേ ആണ്. അപ്പം ടൂറിസത്തിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സത്രം. നമ്മുടെ ഈ ഒരു മലയ്ക്ക് അപ്പുറത്തായിട്ട് നമ്മുടെ പുല്ലുമേടില്ലേ ശബരിമലയ്ക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ കണ്ട് കാടിനുള്ളിൽ കൂടെ നടന്നാൽ നമുക്ക് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് പോവാം. നമുക്ക് ഈ ഒരു സത്രം വ്യൂ പോയിൻ്റ് ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് പോകാം കേട്ടോ. റൺവേ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇത് ശരിക്കും ഒരു മലയുടെ ഒരു കട്ടാണ്. അങ്ങ് ഒരു 10-50 മീറ്റർ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ താഴെയാണ് റൺവേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ എപ്പോൾ പൂർത്തിയായി ഇവിടെ കൂടുതൽ വിമാനങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വണ്ടിപ്പെരിയാർ മേഖലയിൽ അല്ലെങ്കിൽ തേക്കടിയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ സത്രം വ്യൂ പോയിൻറ്റ്. ഈ കാണുന്ന സത്രം വ്യൂ പോയിൻറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ താഴത്തോട്ട് പോയാൽ നമുക്ക് സത്രം യഥാർത്ഥത്തിൽ നമുക്ക് ശബരിമലയ്ക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോകാം. ദേ ഇതാണ് ആ ഒരു സ്ഥലം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ താമസക്കാർ മാത്രം. നിങ്ങൾ എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട്? 100 വീട്ടുകാർ മേലുണ്ടോ? 326 വീട്ടുകാർ ഉണ്ടല്ലേ. ഇത് സെറ്റിൽമെന്റ് ഏരിയ ആണോ അതെയോ നമുക്ക് പട്ടയൊക്കെ ഉള്ള ഏരിയ ആണത്? പട്ടയുള്ള ഏരിയ അല്ലേ. എല്ലാവർക്കും കിട്ടിയിട്ടില്ല, കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. ചേട്ടൻ്റെ പേര് എങ്ങനെയാ? എൻ്റെ പേര് രാജൻ. രാജൻ. സത്രം തന്നെ ആളുകൾക്ക് കാണാനൊക്കെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് ഇവിടെ? ഇവിടെ കാണാൻ എയർപോർട്ട്, വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ 1, 2, 3 പോയിന്റുകൾ. പേരെന്നാ അതിന്റെ? അതിന് സത്രം 1, 2, 3 അങ്ങനെയല്ലേ. അങ്ങനെയാണ്. ഈ അമ്പലമൊക്കെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ചേട്ടൻ്റെ ചെറുപ്പകാലത്തോട്ടാണ് ഉണ്ടായിരുന്നു? ഇത് വന്നിട്ട് 17 വർഷം ആവുന്നു. 17 വർഷമായുള്ളൂ അല്ലേ. പന്തളത്ത് രാജനും അമ്മ മഹാറാണിയൊക്കെ നടന്നു പോയ റൂട്ടാണിത്. ഇതാണ് റൂട്ട്. ഇത് മറ്റേ ഇനി ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇത് ഇങ്ങോട്ട് ഏകദേശം ഒരു 6 കിലോമീറ്റർ പോയാൽ നമ്മുടെ പുല്ലുമേടെത്തും അല്ലേ. പിന്നെ അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പോയാൽ ശബരിമല എത്തും അല്ലേ. ഓഹോ. ഇതന്നെ ഇതാ സ്വാമിമാർക്ക് വിളിക്കാനാണോ ഉണ്ടാക്കണേ? സ്വാമിമാർക്ക് വിളിക്കാനാണോ? ഓക്കെ. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അവിടെ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റി വിടുള്ളൂ ശബരിമലയ്ക്ക് പോകാനുള്ള വഴിയിലോട്ട്. ഒരു ദിവസം ഈ വഴിയൊന്ന് ശബരിമലയ്ക്ക് പോകണം. അപ്പോൾ ഇതിലേക്കടെ സ്വാമിമാരെ വിടുന്ന സമയം രാവിലെ 7 തൊട്ട് 1 മണി വരെ കിടത്തി വിടും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ അല്ലേ ശബരിമല 12 കിലോമീറ്റർ വരെ നടന്നെത്തില്ല, വനമായതുകൊണ്ടേ. നമുക്കിതിലേ പോവാം. അപ്പം അങ്ങനെയാണ് സ്വാമിമാരെ വിടുന്ന ടൈം കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കണ്ട് അവസാനിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗ്രാമങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് ഗ്രാമങ്ങൾ ഇതിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ ഇനി വണ്ടിപ്പെരിയാർ മേഖലയിൽ എടുക്കാത്ത എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല ഗ്രാമമൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഗ്രാമത്തിൻ്റെ നല്ലൊരു കാഴ്ചയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.